CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ലൂണയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ നാളത്തെ മത്സരത്തിൽ ദിമിത്രോസ് ഡയമൻഡഗോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുമോ എന്ന ചോദ്യത്തിന് ഇവാൻ ആശാൻ മറുപടിയായി പറഞ്ഞ കാര്യങ്ങളുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള പ്ലേ ഓഫ് മത്സരം. ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ്സിയുടെ തട്ടകത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് അഡ്രിയാൻ ലൂണ പന്ത് തട്ടുമോ എന്ന ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. അഡ്രിയാൻ ലൂണ ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളോടൊപ്പം ഒഡീഷയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൂണ പിച്ചിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഹ്ലാദകരമായ മത്സരം തന്നെയായിരിക്കും. കൂടാതെ തന്നെ നാളത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ 90 മിനിറ്റ് ഞങ്ങൾ കളിപ്പിച്ചേക്കില്ല. 6 മാസത്തോളം പരിക്കേറ്റ് പുറത്തു നിന്നാണ് ലൂണ പിച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമൊന്നുമായിരിക്കില്ല. കരുതലോടെ മാത്രമേ അദ്ദേഹത്തെ കളിപ്പിക്കാൻ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ 90 മിനിറ്റ് വരെ താരത്തെ കളിപ്പിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ്. കൂടാതെ തന്നെ നീണ്ട കാലത്തെ ഇടവേളയും ഒപ്പം ഇപ്പോഴത്തെ അന്തരീക്ഷ താപനിലയും ലൂണക്ക് വലിയ വെല്ലുവിളിയാവുമെന്നും ഇവാൻ ആശാൻ ഈ ഒരു പ്രസ് കോൺഫറൻസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ലൂണ കളിക്കും. പക്ഷേ 90 മിനിറ്റോളം അദ്ദേഹം കളിച്ചേക്കില്ല എന്നാണ് ഇവാൻ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇനി ഏതായാലും ദിമിത്രോസിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ദിമിത്രോസ് ഡയമൻഡഗോസ് നാളത്തെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലേ ഓഫിന്റെ മത്സരത്തിൽ കളിക്കുമോ കളിക്കില്ല എന്നതായിരുന്നു ആശാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആശാൻ ഇതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. നിലവിൽ ഇതുവരെ ആയിട്ടും ദിമിത്രോസ് ഡയമൻഡഗോസ് ഇതുവരെ ഫുൾ ആയിട്ടും ഫോം ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ താരത്തിന് അപകട സാധ്യത ഉണ്ടെങ്കിൽ അഥവാ പരിക്കിന്റെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ താരത്തെ ഞങ്ങൾ കളിപ്പിച്ചേക്കില്ല. ഏതായാലും താരത്തെ ഞങ്ങളൊന്ന് വിലയിരുത്തും. കാരണം താരത്തെ പോലുള്ള അത്രയും സൂപ്പർ ആയിട്ടുള്ള അഥവാ അത്രയും കിടലനായിട്ടുള്ള ഒരു താരത്തെ കൊണ്ട് ഞങ്ങൾ റിസ്ക് എടുപ്പിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് പ്രബീർ ദാസും. പ്രബീർ ദാസിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ താരം ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ദിമിത്രോസിന്റെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റ് ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവാൻ ആശാൻ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് നാളെ ഒഡീഷ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ദിമിത്രോസ് ഡയമൻഡഗോസ് ചിലപ്പോൾ മാത്രമേ കളിക്കാൻ ഇറങ്ങുകയുള്ളൂ എന്നത്. ഏതായാലും നിലവിൽ അഡ്രിയാൻ ലൂണയും ദിമിത്രോസ് ഡയമൻഡഗോസും ഒക്കെ ഒഡീഷ എഫ്സിയിലേക്ക് അഥവാ ഒഡീഷയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളത്തെ മത്സരത്തിൽ ചിലപ്പോൾ മാത്രമേ നമുക്ക് ദിമിത്രോസിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ഇതിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് ദിമിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.